ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നത് കുറച്ച് ബിസി ഡേയ്സ് ഇൻ മൈ ലൈഫ്, അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ചെറിയൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. പല ഡേയ്സിലുള്ള വീഡിയോസ് ഒരുമിച്ചിട്ടേ ഉള്ളൂ. ഓരോ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് കാണിക്കാം. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേട്ടൻ്റെ ഓഫീസ് അടുത്തായതുകൊണ്ട് ആ ടൈമിലൊക്കെ എണീച്ചാൽ മതിയാകും. പിന്നെ അത് കഴിഞ്ഞ് ആഫ്റ്റർ വേക്കപ്പ് പിന്നെ ഈ കാണുന്നതൊക്കെ കുറച്ച് പ്രസനങ്ങളാണ് കേട്ടോ, ചുമ്മാ ജസ്റ്റ് കുറേ രസം. എണീച്ച ഉടനെ ചാടി ഓടി ചടപടയെന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് പ്രസനം കാണിക്കുന്നതന്നെ ഉള്ളൂ, ക്ഷമിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഫ്രഷ് ആകാൻ പോകും കേട്ടോ. ആദ്യം തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എൻ്റെ മോർണിംഗ് റൂട്ടീൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ കാണുന്ന എൻ്റെ വെപ്പമെല്ലാം കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ്. ഇത് എപ്പോഴില്ലെന്നല്ല, എൻ്റെ ടീത്ത് ബ്രേസസ് ആണ്, പ്ലെയിൻ കമ്പിയാണ്. ഒരു 1-2 വർഷം ഇടണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. നല്ലൊരു ക്ലെൻസറോ ഫേസ് വാഷോ വെച്ച് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഡെർമാക്കോയുടെ ഒരു നിയാസിനമൈഡ് ഡെയിലി ഫേസ് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാം കേട്ടോ, ആവശ്യമുള്ളവർക്ക്. എൻ്റെ ജസ്റ്റ് ഓയിലി സ്കിന്നൊക്കെയാണ്. ഇപ്പം ഞാൻ സ്കിൻ കെയറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ സ്കിന്നിനൊക്കെ അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ട്. അതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഒരിടയ്ക്ക് നല്ല പിമ്പിൾസ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതലാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഇപ്പോൾ നല്ല ചേഞ്ചൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ സ്കിൻ റൂട്ടീൻസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാൻ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള 2-3 പ്രൊഡക്ട്സ് വെച്ചിട്ട് ആണ് എൻ്റെ സ്കിൻ കെയർ ഞാൻ റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഡെർമാക്കോയുടെ എൻ്റെ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. ആ സിറം നന്നായിട്ട് ഫേസിലൊക്കെ ഇട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ റീഫില്ലിൻ്റെ, അത് ഞാൻ ഈ ChatGPTയുടെ അടുത്തൊക്കെ റെക്കമെൻഡ് ചോദിച്ച് അതിൽ നിന്ന് അവർ റെക്കമെൻഡ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഒന്നായിരുന്നു ഈ റീഫിൽ. ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് പക്ഷേ നല്ലതാണ് ഓയിലി സ്കിന്നർക്ക്. അത് കഴിഞ്ഞ് ഡെർമോക്കോയുടെ തന്നെ സൺസ്ക്രീന് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ റൂട്ടീൻസ്. വീട്ടിൽ നിൽക്കുകയല്ലേ, വലിയ മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞ് ഒരു ഹെയർ സ്പ്രേ ഹെയർ മസാജൊക്കെ ചെയ്യും. സോ റോസ്മേരി വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇനി നമുക്ക് അടുത്ത ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. നമുക്കൊന്ന് കിച്ചണിലേക്ക് കയറാം. പണ്ടൊക്കെ അമ്മ ഒന്ന് എണീച്ച് വല്ല സഹായിക്കാൻ പറയുമ്പോൾ ഒരു വക ചെയ്യാതിരുന്നു ഞാൻ. ഇപ്പോൾ നേരത്തെ എണീക്കുന്നു, കിച്ചണിൽ കയറുന്നു, രാവിലെ ഉണ്ടാക്കുന്നു, ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നു, വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു. വാട്ട് എ ചേഞ്ച്. ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെയൊക്കെ ലൈഫിൽ ചെയ്യുമെന്ന്. ഓക്കെ, ആദ്യം തന്നെ എണീച്ച ഉടനെ അരിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അരി ഇട്ടതിന് ശേഷം ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാ, ഒണിയൻ, ക്യാരറ്റ്, ജിഞ്ചർ ആൻഡ് ചില്ലി ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നല്ല എണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇതിനെല്ലാം വഴറ്റിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ സെറ്റ് ചെയ്ത് വെച്ച് തേങ്ങാപ്പാൽ സെറ്റ് ചെയ്ത് വെച്ച് ഇതെല്ലാം കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാലും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് സൂചി ഗോതമ്പ് വറുത്ത റവ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ഒരു അടിപൊളി ഉപ്പുമാവ് റെഡി കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് എൻ്റെ അമ്മ വന്നു കേട്ടോ. അമ്മ വന്നപ്പോൾ കുറച്ച് മീനും പൈനാപ്പിളും ഇട്ടൊക്കെ കൊണ്ടുവന്നു. പൈനാപ്പിൾ പുളിശ്ശേരി വയ്ക്കാനാണ് പുള്ളിക്കാരിയുടെ പ്ലാൻ. സോ അതിനിടയിൽ ഞാൻ പൈനാപ്പിളൊക്കെ ഒന്ന് റാഞ്ചാൻ നോക്കി. അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു അടിപൊളി ഫിഷ് കറി, നെയ്മീൻ ചൂരക്കറി, പിന്നെ ചക്ക വെച്ചത്, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ എനിക്ക് ഫിഷൊക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു തന്നു, ഒരു ഫിഷ്. സോ ഞാൻ ഓൾറെഡി 2 ഫിഷ് മാത്രമേ ഇച്ചിരി വലിയ ഫിഷൊക്കെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഫിഷൊന്നും ഞാൻ മുമ്പൊന്നും കട്ട് ചെയ്തിട്ടില്ല. സോ ഞാനിപ്പോൾ അതൊക്കെ പഠിച്ച് തുടങ്ങി. അങ്ങനെ അമ്മ ഒരു ഫിഷ് എങ്ങനെയാണ് തൊലി ഇളക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. എല്ലാം ഒന്ന് മെസ്സായി കിടക്കുകയാണ്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി, ഫുള്ള് ക്ലീൻ ആക്കുക. ഇതൊക്കെ ക്ലീൻ ആക്കണം. ഇന്നതാണ് എൻ്റെ ടാസ്ക്.
ആഫ്റ്റർ ദാറ്റ് കുറച്ച് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അവിടെയുള്ള ഷെൽഫൊക്കെ, ബാത്റൂമിലെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്തു. എല്ലാം ഷാമ്പൂവും കണ്ടീഷണറും ഫേസ് വാഷൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എവിടെയൊക്കെയോ പ്ലാൻ ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഒരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല. സോ എൻ്റെ ബിസി ഡേയ്സ് ഇൻ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2-3 ദിവസത്തെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ടൈം 1:30 എനിക്ക് ഫുഡ് കഴിക്കാൻ സമയം. അപ്പോൾ ഇന്നത്തെ ചിന്ന സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതെൻ്റെ അമ്മ കൊണ്ടുവന്നതാണ് എൻ്റെ വീട്ടിൽ നിന്ന്. ഈ മാംഗോയും ഡേറ്റ്സും ഈന്തപ്പഴം കൂടെ മിക്സ് ചെയ്ത് ടൈപ്പ് അമ്മയുടെ ചെറിയ പരീക്ഷണം. എനിക്ക് മാംഗോയും ലെമണും കൂടെ മിക്സ് ചെയ്ത, മാംഗോ അല്ല ഡേറ്റ്സ് ലെമണും കൂടെ മിക്സ് ചെയ്ത ഒരു ഡേറ്റ്സ് അമ്മ കൊണ്ടുവന്നായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ഓക്കെയാണ്, ഇത് അമ്മയുടെ പരീക്ഷണമാണ്. കാര്യം മറന്നുപോയത്, ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കിയിട്ട് തിരിച്ചു വരാം. സ്പെഷ്യൽ എന്ന് വെച്ചാൽ പെരുമ്പയർ തോരൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ വെച്ചത്, ഇതെല്ലാം ഞാൻ തന്നെ വെച്ചാൽ. പെരുമ്പയർ തോരൻ്റെ കൂടെ കാ ഉണ്ടല്ലോ, ഏത്തനല്ല അവിയലൊക്കെ വെക്കണം. ആ കായും കൂടെ മിക്സ് ചെയ്തെടുത്തത്. ഇത് വെണ്ടയ്ക്ക തോരൻ. പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പിക്കിൾ, ഡേറ്റ്സും മാംഗോയും കൂടെ മിക്സ് ചെയ്ത പിക്കിൾ, പിന്നെ ഫിഷ്. ഇത്ര തന്നെ. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഈവനിങ്ങിന് നൈറ്റ് വാക്കിനൊക്കെ പോയിട്ട് മാനവീയം വീതിയിൽ ട്രിവാൻഡ്രത്തുള്ള സംസം പാളയത്ത് നിന്ന് പിന്നെ നൈസായിട്ട് ഒന്ന് ഫുഡൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. ഷവായിയും ബെറോട്ടയുമാണ് ഓർഡർ ചെയ്തത്. അടിപൊളിയായിരുന്നു. ഡൈനാമിക് ഷവായി എന്ന് അങ്ങനെ എന്തുമായിരുന്നു പേര്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.